നമ്മൾ കരിപ്പൂരിൽ നിന്ന് വണ്ടി വാഹനം വഴി ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഫീൽ എന്തായിരുന്നു? ഒരുപാട് മാറിയില്ലേ? ഒരുപാട് മാറി. നിങ്ങളാരാ അയൽപക്കാലേ? നിങ്ങൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് കാണാം മൂപ്പരെ? വന്നതിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലായില്ലേ? 20 വർഷത്തിന് ശേഷം ഇങ്ങനെ ആ മുഖം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലേ? നാട്ടിലേക്ക് ഇറങ്ങി നടന്നിട്ട് എന്താ ഫീല്? നാട്ടിലെ മാറ്റം എന്താ? അതൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ വരുന്നങ്ങള് കരിപ്പൂരിനൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ കരിപ്പൂരിൽ നിന്ന് വണ്ടി വാഹനം വഴി ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഫീൽ എന്തായിരുന്നു? ഒരുപാട് മാറിയില്ലേ? ഒരുപാട് മാറി. ഇവിടെ എത്തിയതിനു ശേഷം ആളുകൾ നിങ്ങളെ അയൽപക്കം ഫ്രണ്ട്സ് ആയാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായില്ലേ? നാട്ടിലെത്തി ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഉമ്മനെ ഒരു നോക്ക് കാണാൻ പറ്റിയത്. എന്ത് തോന്നി ആ സമയത്ത്? സന്തോഷം. സാഹചര്യം എല്ലാവർക്കും ഇപ്പം കോച്ച് ജോലിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സമയമുണ്ട്, എത്തിയിട്ടുള്ളൂ. പല ഭാഗത്തും പല കാര്യങ്ങളും നോക്കാൻ മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് ഇനി ഒരു പെണ്ണൊക്കെ കെട്ടണം. സമയമുണ്ടല്ലോ. ഒക്കെ റെഡിയാവും. ആളുകളൊക്കെ കമന്റിൽ ചോദിക്കുന്നതാ ഇനി ഒരു നല്ലൊരു പെണ്ണ് വധുവായിട്ട് കിട്ടുക, നല്ലൊരു ജീവിതം, അതാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒക്കെ റെഡി ആവില്ല. ഓ, വന്നപ്പോ തന്നെ ബാപ്പന്റെ അടുത്തൊക്കെ പോയി വന്നില്ലേ? ഇപ്പൊ ഇത്ര സമയം ഇവിടെ എത്തിയതൊന്നും ഉറങ്ങാൻ പറ്റിയില്ലല്ലോ ആളുകളെ കൊണ്ട്. 2 ദിവസമായി. അങ്ങനല്ല, പെണ്ണല്ല, അതായത് നമ്മൾ ആ നാട്ടിലേക്കൊന്ന് പോയി ആ നാട് അങ്ങോട്ട് ഉമ്മ പറഞ്ഞ വേണ്ടാതാ. അപ്പൊ അത് വേണ്ട, ഇനി ഇവിടെ ഒരു ജോലി. ചെറിയ മോനെ കുറച്ച് വലുപ്പം ഓടിപ്പോയി. മുമ്പ് ഞങ്ങൾ കാണുമ്പോ എങ്ങനെയല്ലേ സാഹചര്യം ഒരുക്കുന്നത് നിങ്ങളെല്ലാവരാണ്. പലവരുണ്ട്, പേരെടുത്ത് പറയാൻ വിട്ടുപോകും. കാരണം ആരും പേരെടുത്ത് ഞാൻ പറഞ്ഞില്ല. നാട്ടിലെ വിദേശത്ത് നാട് മൊത്തം ഇന്ത്യൻ എംബസി, നിയമസഭാ കമ്മിറ്റി, രാവിലെ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കൾ, നാട്ടുകാരും മൊത്തത്തിൽ ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ 18 വർഷം വരെ പ്രതീക്ഷ വളരെ കുറവായിരുന്നു. അവിടെ രക്ഷപ്പെടുന്നില്ല. പിന്നെ ആ കുടുംബമായിട്ട് നിരന്തരം കോംപ്രമൈസ് നടത്തിയ റിയാദിലെ നിയമസഭാ കമ്മിറ്റികളും ഒരു മാപ്പ് നൽകാൻ തയ്യാറായി. പിന്നെ അതിനുശേഷം പണം സ്വരൂപിച്ച ജനങ്ങൾക്കും കമ്മിറ്റികൾക്കും അതിനുശേഷമാണ് പകുതി എനിക്ക് അവിടെ റിലീസ് ആവും എന്നൊരു പ്രതീക്ഷ വന്നത്. ആ 15 വർഷത്തിന് ശേഷം അവർ ചോദിച്ച് നിയോജന എമൗണ്ട് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്വരൂപിക്കാൻ പറ്റുന്നതൊക്കെ പ്രതീക്ഷ അതും കുറവായിരുന്നു. പിന്നെ ജനങ്ങളുടെ ഇറങ്ങി മലയാളികളെ അവിടുത്തെ 15 മില്യൺ റിയാല്, 15 മില്യൺ റിയാല് അവിടെ ആവശ്യപ്പെട്ടു. ഇവിടുത്തെ എമൗണ്ട് 14 കോടി സത്യമാണ്. അതിൻ്റെ ഉള്ളിൽ അവരുടെ ദേശത്ത് അത് വളരെ കുറവാണ്. സൗദി 50 മില്യൺ രൂപയാണ് അവിടുത്തെ. 50, 50, 65 കൂടുതലാണ് വാങ്ങുന്നത്.
നാച്ചുറൽ ആയിട്ടുള്ള ചോദ്യം. ഈ നിങ്ങളിപ്പോൾ ഈ അങ്ങോട്ട് 20 വർഷം മുമ്പ് അങ്ങോട്ട് പോകുന്ന സമയത്ത് മൊബൈൽ ഉണ്ടായിരുന്നോ? അതുപോലെ ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളൊക്കെ മുമ്പിൽ ഒരുപാട് മൊബൈലും വീഡിയോ എടുക്കുന്ന ആളുകളും അതിന് നെറ്റ്വർക്കുള്ള 2G മാത്രം സംസാരിക്കാൻ 2G ഉണ്ട് അല്ലേ? അന്ന് 2G ഉണ്ട് അല്ലേ? സ്മാർട്ട് ഫോൺ ഇല്ല സ്മാർട്ട് ഫോൺ ഇല്ലേ? ഇപ്പം എല്ലാവരുടെ കയ്യിൽ ആയപ്പോൾ എന്താ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കുറച്ച് യൂസ് ചെയ്തല്ലോ ജയിലില്. ജയിലിൽ യൂസ് ചെയ്തില്ലേ? ആ, അപ്പോൾ അതിനെപ്പറ്റി ഏകദേശം ഒരു ബോധം വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇതിന് ഇവിടുത്തെ ഈ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ അറിയുന്നുണ്ട് അല്ലേ? ഇനി അവസാനം ഈ നിമിഷത്തിലാണ് ഭയങ്കര ശിഷ്ടമാക്കിയത്. ഫോണെല്ലാം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ ലാൻഡ് ഫോൺ ഉണ്ട്, അതിനെ ആദ്യം കൺട്രോൾ ദിവസം 15 മിനിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥ. ആദ്യമൊന്നും അത്ര പ്രശ്നമില്ലായിരുന്നു. പക്ഷേ 10-15 വർഷക്കാലം എല്ലാം അലോഡല്ല എങ്കിലും യൂസ് ചെയ്ത് കുഴപ്പമില്ല. ഫോണും കാര്യങ്ങളും ഇങ്ങനത്തെ വീട്ടുകാരായിട്ട് ബന്ധപ്പെടാനുള്ള ഞാൻ വെറുതെ ചോദിച്ചത്. ഇനി അത് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കേണ്ട. ആയിക്കോട്ടെ, ശരി ശരി ശരി. ഡിലേറ്റ് അതായത് ഒരു പുതിയൊരു ജീവിതത്തിലേക്ക്. ട്രെയിനൊക്കെ പോയ സമയത്ത് എന്തായാലും വീഡിയോ കോളൊന്നും ഇല്ല, ഡ്യൂട്ടി ആ ലെവലിൽ. പിന്നെ വീഡിയോ കോളിലൂടെ ഉമ്മനൊക്കെ എപ്പോഴും കണ്ടിട്ടുണ്ട്. അത് എത്ര വർഷത്തിന് ശേഷം? ഇത് 2016-17 കുറച്ച് 10 വർഷം. ഓക്കെ, താങ്ക് യു റഹീം.